5 റൗണ്ടിൽ താക്കോലാണോ ഇല്ല. ഇവിടെ പൊട്ട ഹാൻഡിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇല്ലണ അവന്റെ വണ്ടിയുടെ താക്കോൽ കളഞ്ഞു. അങ്ങനെ നമ്മളിന്ന് കളങ്കാവൽ സിനിമ കാണാൻ പോവാണ് കേട്ടോ ഗൈസ്. അന്ന് താമസിച്ചാണോ എന്നെങ്കിലും ഇന്നിത്തിരി നേരത്തെ ആയി പോയി. അങ്ങനെ നമ്മൾ അപ്പം തന്നെ നേരെ തിയേറ്ററിലോട്ട് എത്തി ഗൈസ്. ടിക്കറ്റൊക്കെ നേരത്തെ എടുത്ത് വെച്ചിരുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ സമയം ഇനിയും ഉണ്ട് ബാക്കി. നമ്മൾ നേരത്തെ ഇറങ്ങിയതെന്ന് വെച്ചാൽ ഈ കൊട്ടിക്കലാശമൊക്കെ ഉള്ളതുകൊണ്ട് ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ പരീക്ഷയ്ക്കാണെങ്കിൽ പോലും താമസിച്ചാൽ കുഴപ്പമില്ല. നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോൾ കറക്റ്റ് സമയത്തിന് പോകണം. മാസടിച്ച് നടക്കും. അങ്ങനെ നമുക്ക് ഡ്രസ്സൊക്കെ നോക്കാന്ന് പറഞ്ഞിട്ട് രാമേന്ദ്രയിൽ കയറി. അവിടെ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പം നമുക്ക് എന്തെങ്കിലും ഓഫർ ഉണ്ടാവും നോക്കാൻ വേണ്ടി കയറിയതാണ്. ഇവന് ഒരു ഷർട്ട് എടുത്താലും ഒന്നും അവൻ ഇഷ്ടപ്പെടുത്തില്ല. അങ്ങനെ നേരെ ഡ്രസ്സൊക്കെ നോക്കി ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ ടപ്പനകത്ത് ഇറങ്ങി. സമയം ഇനി അധിക സമയമില്ല, ഇനി ഒരു സ്ഥലത്തൂടെ കയറാനുണ്ട്. പിന്നെ നമ്മൾ അവിടെ നേരെ ഇറങ്ങി സൂപ്പർ മാർക്കറ്റിലോട്ട് കയറി. കണ്ടില്ലേ, RC കാർസ് ഉണ്ട്. ഒരു കുഞ്ഞിന് RC കാർസൊക്കെ നോക്കണമെന്നൊക്കെ പറഞ്ഞു വന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുക ഇതാണെന്ന്. അല്ല ഈ നിൽക്കണം മുതുകാളൊക്കെയാണ് ഇത് വാങ്ങിക്കുന്നത്. ഒരു മോനാവാനുള്ള കഴുത കല്യാണം കഴിഞ്ഞിട്ടൊരു കൊച്ചിനെ കളിപ്പിക്കാനുള്ള പ്രായം. അപ്പോഴാണ് കാർ ഉരുട്ടി കളിക്കുന്നത്. പക്ഷേ RC കാർ കാണുമ്പം ആർക്കാണെങ്കിലും വാങ്ങിക്കാനും കളിക്കാനൊക്കെ ഒന്ന് തോന്നും. ഇങ്ങനെ ബെസ്റ്റ് രൂപം പോലെ തോന്നുന്നു. എന്നെയോ? ഞാൻ പുറത്തിറങ്ങാൻ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ വേറൊരാളെ കണ്ട് പരിചയപ്പെട്ടത്. ഞാൻ കുറെ നേരം കൊണ്ടേ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ പരിചയപ്പെട്ട് വൈബൊക്കെ അങ്ങ് സെറ്റായിട്ട് ഞാൻ വിളിച്ച് ചോദിച്ചു എന്താ കാര്യം എന്നെ ഇങ്ങനെ നോക്കി. അപ്പോൾ പറയാൻ നേണ്ട കാണാൻ നല്ല രസമാണ്. അപ്പന്മാർ അപ്പത്തൊട്ട് ഞാൻ കാശ് എടുത്തിട്ട് ഇറക്കിയതാണ്. സത്യമായിട്ടും ഗൈസ് എനിക്ക് ഈ കൊച്ചിനെ അറിയോലും ഇല്ല. ആരാണാവോ, കേട്ടപ്പോൾ സന്തോഷം. അങ്ങനെ മുട്ടായി കണ്ട് ഇവിടെ കരയുന്ന കേട്ടോ. അപ്പം നമുക്കൊരു മുട്ടായി എടുത്ത് അവനെ വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ പുള്ളിയുടെ അച്ഛൻ പറയും പല്ലൊക്കെ കേടായിരിക്കാണ്ട് മുട്ടായി അതാ വാങ്ങിച്ചു കൊടുക്കാത്തത്. ഇനി ഒരിക്കൽ കാണുമ്പോൾ എന്തായാലും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൈസയൊന്നും കൊടുത്താൽ കിട്ടൂല ഗൈസ്, ഓൺലി സ്നേഹം. ഇതൊന്നും ചില ആൾക്കാർ കാണണ്ട, അതാണ് നല്ലത്. അങ്ങനെ അവൻ ഹാപ്പി, ഞങ്ങളും. അങ്ങനെ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ കൂടെ വാങ്ങിച്ചോണ്ട് പോകാന്ന് വിചാരിക്കണം. അല്ല തിയേറ്ററിനകത്ത് വെച്ച് നമ്മൾ കഴിക്കാൻ വാങ്ങിക്കുന്ന പരിപാടി നിർത്തി. കാരണം നമ്മൾ ലോകം കാണാൻ കയറി അന്ന് നമ്മൾ കഴിക്കാൻ മാത്രം 500 രൂപ തിയേറ്ററിനകത്ത്. പോപ്കോണിനാ എന്റെ ചേട്ടൻ ഒരു കത്തി എടുത്തിട്ട് കുത്തി കൊല്ലാൻ പാടില്ല എന്ന ആളുകളെ. അങ്ങനെ ബില്ലൊക്കെ അടിച്ചോണ്ടിരുന്നപ്പോഴാണ് ആ നഗ്ന സത്യം തിരിച്ചറിഞ്ഞത്. ഒരു എത്തും പിടിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടന്ന്. എന്തായാലും സിനിമയ്ക്ക് സമയമായി, എന്ത് ചെയ്യണോന്ന് അറിയാതെ തിയേറ്ററിൽ നോക്കിയപ്പോൾ അവിടെയും ഇല്ല. എന്തായാലും സിനിമ തന്നെ കാണാൻ തീരുമാനിച്ച് അങ്ങനെ സിനിമയ്ക്ക് കയറി. എന്തായാലും കണ്ടിട്ട് ഇറങ്ങിയിട്ട് അന്വേഷിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പടം കണ്ടു കഴിഞ്ഞു ഗൈസ്. അങ്ങനെ പടം കണ്ട എക്സൈറ്റ്മെന്റിൽ ഞാൻ അറിയാതെ അവൻ്റെ അടുത്ത് ചോദിച്ചു. അവൻ വിഷമിച്ചാണ് എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന്. എന്നാലും അവൻ്റെ അടുത്ത് ചോദിച്ചു കളിയ പടം അങ്ങനെ ഉണ്ടെന്ന്. അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത്. നേരെ താക്കോലൊക്കെ ഇറങ്ങിയപ്പോൾ ഇതാ പെരുമഴ. എന്ത് ചെയ്യും മഴ. എന്തെങ്കിലും രണ്ട് കൽപ്പിച്ചങ്ങ് അങ്ങനെ നോക്കി നടന്ന് വഴിയിൽ 2-3 പേരൊക്കെ എന്താന്നൊക്കെ ചോദിച്ചു. അങ്ങനെ നോക്കിക്കൊണ്ട് നടന്നു. സഞ്ജയ് ഇവിടെ നേർച്ചയൊക്കെ ഇട്ട അപ്പം കിട്ടൂല എന്ന് നമുക്ക് എന്തായാലും ഉറപ്പായി. അപ്പം നമ്മൾ തിരിച്ചു പോകാന്നൊക്കെ വിചാരിച്ച് ചെന്നപ്പോഴാണ് പെട്ടെന്ന് ഒരാൾ വണ്ടി കൊണ്ട് നിർത്തി. 1 മണിക്കൂറാണോ 3 മണിക്കൂറാണോ കിട്ടിയത് ചോദിച്ചാൽ പറയില്ല. ഒരു പയ്യന്റെ കയ്യിൽ അതേ അപ്പോഴും ഞാൻ ചോദിച്ചാൽ അപ്പം 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ എനിക്ക് വിചാരിക്കാം അപ്പം ഇപ്പം എപ്പോഴോ കളഞ്ഞതായിരിക്കും എന്ന് കരുതി ഞാൻ വീണ്ടും ഒന്ന് തിരിച്ചു പോയതാണ്. അപ്പോഴും വിചാരിച്ചാൽ അതാണോ എന്ന് അവൻ്റെ വായിച്ചിട്ട് കൊണ്ടുവന്ന് ചോദിച്ചു നോക്കാം. എന്റെ പാർട്ടിക്കകത്ത് ഒരു പയ്യൻ കൊണ്ടുവച്ചിരുന്നു. ഗൈസ് ഈ പുള്ളിയാണ് നേരത്തെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചത്. പൊന്ന് ഗൈസ് കിട്ടൂല എന്ന് വിചാരിച്ച താക്കോലാണ്. പുള്ളി ഇതാണോന്ന് പോലും അറിയാതെ തിരിച്ചു പോയിട്ട് നമ്മളതാണോന്ന് ഇനി ഇതേപോലെ ആയിരിക്കും എന്ന് പറഞ്ഞ് ചോദിക്കാൻ കൊണ്ടുവന്നതാണ്. എൻ്റെ പൊന്നി അങ്ങനെ ചുമ്മാ നമ്മൾ ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞ് തിരിച്ച് ഒന്നുകൂടെ നടന്നതാ. ഇല്ലായിരുന്നു ഇപ്പം ഈ പുള്ളി നമ്മളെ കാണൂല, സംസാരിക്കൂല. കിട്ടി. എന്താ കാരണം വെച്ചാൽ ഗൈസ് ഇവ ഓരോ നേർച്ച കിട്ടണപ്പോ ഞാൻ പറഞ്ഞ ദൈവത്തിന് അതല്ലേ ജോലി എന്ന് ചോദിച്ചത്.
അത് തന്നെ ഗൈസ്, ചുമ്മാ ഒന്ന് നോക്കാം, ഒന്നുകൂടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണേ. പെട്ടെന്ന് ആ പുള്ളിക്കാരൻ വന്ന് വിളിച്ച്. ഇപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ലക്ക് എന്ന് പറയുന്നത്. താക്കോല് കിട്ടി 7 മണിക്ക് വന്ന് ഞങ്ങളിതാ 10 മണിക്കുള്ള ഷോ കണ്ട് ഇറങ്ങിയവരുടെ കൂടെയാണ് ഇറങ്ങണത്. ഇപ്പോൾ കളങ്കാവൽ സിനിമ എനിക്കൊരു എബോ ആവറേജ് സിനിമ ആയിട്ടാണ് തോന്നിയത്. ഇൻ്റർവെല്ലൊക്കെ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമായിരുന്നു കുറേ നാളിന് ശേഷം. പിന്നെ ക്ലൈമാക്സ് എനിക്ക് പ്രെഡിക്റ്റബിൾ ആയിരുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എനിക്ക് കുറച്ചുകൂടി ചിന്തിക്കുന്നുണ്ടായിരിക്കും. എനിക്ക് പ്രെഡിക്റ്റബിൾ ആയിരുന്നു. മമ്മൂക്ക ഇതുവരെ നമ്മളെ കാണാത്ത വേറൊരു തരം മമ്മൂക്കയാണിതിൽ. അതാണ് ഇതിൽ സ്പെഷ്യാലിറ്റി. ആസ് അതോ സൈക്കോ ത്രില്ലർ ഫിലിം. ദിസ് എ ഗുഡ് ഫിലിം, നോട്ട് എ എക്സലന്റ് ഫിലിം. ഓക്കെ, ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ സ്വന്തം അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തിടണേ. ഓക്കെ, നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.